ഞാൻ ഭയങ്കര സന്തോഷത്തോടെ ഈ വോയിസ് അയക്കുന്നത്. കാരണം നമുക്ക് ലൈഫിലൊരു ചെറിയ ചേഞ്ചെങ്കിലും നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു വലിയ കാര്യമാണ്. ഞാൻ ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ചേഞ്ചസ് ചെറുമാൻ വഴി എനിക്കുണ്ടായത്. ഞാൻ പോസ്റ്റ്മോർട്ടം ഗ്രൂപ്പിൽ ഞാൻ 1 മന്തായി ഞാനിപ്പം തുടങ്ങിയിട്ട്. നമ്മളിപ്പം 1 മന്തായി നമ്മൾ ഒരുമിച്ച് ജേർണി തുടങ്ങിയിട്ട്. ശരിക്കും അതിലൊത്തിരി എൻ്റെ ഒരു ഇതും കൊണ്ട് പോലും എനിക്ക് ഒത്തിരി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനോ ഇല്ല എക്സസൈസ് ചെയ്യാനോ ഒന്നും പറ്റിയില്ലെങ്കിലും മാം അത് കറക്റ്റായിട്ട് എനിക്ക് ഡയറ്റും എല്ലാം അയച്ച് തന്ന് എന്നെ നല്ലപോലെ മോട്ടിവേറ്റ് ചെയ്ത്, ഞാൻ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ എന്നെ അത് മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പം അതിനോട്. ഞാൻ ഡെയിലി നമ്മൾ ആദ്യം തുടങ്ങിയപ്പോഴൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്കിതെല്ലാം ഫോളോ ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം വിചാരിച്ചു ചോറൊന്നും കഴിക്കാതെ നമുക്കൊന്നും ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഞാൻ 2 നേരമായിരുന്നു ചോറുണ്ടുന്നത്, ഉച്ചയ്ക്കും വൈകിട്ടും. ചിലപ്പോൾ ചപ്പാത്തി അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ അങ്ങനെയൊക്കെ കഴിക്കുമല്ലോ. എന്നാലും ഉച്ചയ്ക്ക് ചോറുണ്ണും. പക്ഷേ ഇപ്പം എനിക്ക് ആഴ്ചയിൽ 1 ചോറ് മതി. എനിക്ക് നിർബന്ധമൊന്നുമില്ല. ചോറിനകത്തിരുന്നിട്ട് കുഴപ്പമില്ല, ചായ കുടിക്കാതിരുന്നിട്ട് തലവേദന എനിക്ക് തലവേദന എടുക്കുമോ എല്ലാം സംശയമായിരുന്നു. എനിക്ക് ഭയങ്കര മൈഗ്രെയിൻ പ്രശ്നമുള്ളതാണ്. ചായ കുടിച്ചാലേ തലവേദന കുറയുള്ളൂ എന്നൊരു ചിന്തയും എല്ലാമായിരുന്നു. പക്ഷേ അതിന് പകരം പാല് കുടിക്കാൻ തുടങ്ങി. പക്ഷേ ഞാൻ ഈ കൊച്ചിനെ കൊണ്ടിട്ട് എനിക്ക് ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റുമോ, പച്ചക്കറി അറിയാൻ പറ്റുമോ, സലാഡ് ഉണ്ടാക്കാൻ പറ്റുമോ, ഇതൊക്കെയാണ് എനിക്ക് ഒത്തിരി എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങനെയൊക്കെയായിരുന്നു ചിന്തകളൊക്കെ. പക്ഷേ അതൊന്ന് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പം അത് ഡെയിലി റൊട്ടീനായിപ്പോയി. അത് കാരണം നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യമല്ലേ. ഇനിയിപ്പോൾ അത് മുന്നോട്ട് നമ്മുടെ ക്ലാസ് കഴിഞ്ഞാൽ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകും. ഞാൻ എന്നും നമ്മൾ കുക്കുംബർ ജ്യൂസൊക്കെ കുടിക്കുന്നത്, നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളെന്നും ഡെയിലി ഉണ്ടാക്കുന്ന പോലെ അങ്ങ് ഉണ്ടാക്കും. അതൊരു മറന്നു പോകുന്നൊരു കേസല്ല ഇപ്പം. 1 മാസം കൊണ്ട് നമ്മളതൊരു റൊട്ടീനാക്കി മാറ്റി എന്നുള്ളതാണ്. അത് മാമിൻ്റെ കഴിവ്. അത് ഒരിക്കലും എൻ്റെ ഒരിക്കലും പറയാൻ പറ്റില്ല. അത് മാം ഇത്ര സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന കാരണം മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഈ ക്ലാസ് നമ്മൾ തുടങ്ങിയപ്പം തന്നെ മാം പറഞ്ഞു, ഇത് വെയിറ്റ് കുറയ്ക്കുക എന്ന് മാത്രമല്ല നിങ്ങളെ ഡെയിലി റുട്ടീനിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ അതൊരു ശരിക്കും നമുക്കൊരു സെലിബ്രേഷൻ പോലും വന്നപ്പോൾ അയ്യോ കഴിച്ചല്ലോ, ഇല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെയൊക്കെ ഫുഡ് കയറ്റല്ലോ എന്നുള്ള ചിന്ത പോലും എൻ്റെ മനസ്സിലോട്ട് കയറി വന്നു. അപ്പോൾ അത്രയും ആ മാമിൻ്റെ ക്ലാസ് നമുക്ക് എഫക്റ്റീവ് ആയത് കാരണമല്ലേ ഇങ്ങനെ. എനിക്കത് ഇപ്പം തന്നെ എനിക്ക് പറയണമെന്ന് തോന്നിയെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനിവിടെ ജോയിൻ ചെയ്തപ്പോൾ കഴിഞ്ഞ മാസം 81.5 കിലോയായിരുന്നു. ഇന്ന് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ, അതായത് 1 മാസം കഴിഞ്ഞ് ഇപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ 77.2 കിലോയായി എനിക്ക്. അത്രയും വ്യത്യാസം എനിക്കൊരു വലിയ കാര്യം തന്നെയാണ്. അത് എൻ്റെ ലൈഫിൽ എനിക്ക് 2 കിലോ എങ്കിലും കുറയ്ക്കണം എന്നായിരുന്നു എൻ്റെ ചിന്ത. അത് 80-ന് താഴെയെങ്കിലും വരണം എന്നൊരു ചിന്തയായിരുന്നു. എനിക്കത് വലിയൊരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് അത്രയും മാമിൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫാമിലി പോലെ തന്നെ നന്നായിട്ട് ഷെയർ ചെയ്ത് കാര്യങ്ങൾ, എനിക്കിപ്പോൾ എന്തുണ്ടെങ്കിലും നമുക്ക് ഷെയർ ചെയ്ത് നമ്മുടെ ഒരു കാര്യം, ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇന്ന് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്കൊരു വേദനയുണ്ട്, ഇങ്ങനെയാണ് എന്താണെന്നൊരു നമുക്ക് ചോദിക്കാൻ, ഓപ്പണായിട്ട് ചോദിക്കാനും കാര്യങ്ങളൊന്ന് സോൾവ് ചെയ്ത് തരാനൊക്കെ മാമിന് അതൊരു എനിക്ക് ഒത്തിരി നല്ല ഭയങ്കര ഹെൽപ്പായി. താങ്ക് യു മാം.